പഠിച്ച പണി 18 പയറ്റിയാലും കേജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി വിഭവ് കുമാറിനെ ഇനി രക്ഷപ്പെടുത്താനാവില്ല. രാജ്യസഭാംഗം സ്വാതി മലിവാളിനെ മർദ്ദിച്ച കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറി വിഭവ് കുമാറിനെ കോടതി 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ശക്തമായ തെളിവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. വിഭവ് കുമാറിന്റെ ഫോൺ ഫോർമാറ്റ് ചെയ്തതും അന്വേഷണ സംഘത്തിന് കൈമാറിയ പെൻഡ്രൈവിൽ നിന്ന് വീഡിയോ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതും ശക്തമായ തെളിവുകളാണെന്ന് കോടതി നിരീക്ഷിക്കുകയാണ് ഉണ്ടായത്. ഇത് വിഭവ് കുമാറിനെതിരായ ആദ്യ ക്രിമിനൽ കേസ് അല്ല എന്നും റിമാൻഡ് അപേക്ഷ പരിഗണിക്കവേ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ഗൗരവ് ഗോയൽ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. പെൻഡ്രൈവിൽ നൽകിയ ദൃശ്യങ്ങളിൽ പരാതിക്ക് ആധാരമായ സംഭവ സമയത്തെ ദൃശ്യങ്ങളില്ല. ഇരു കക്ഷികളും സമർപ്പിച്ച രേഖകളും തെളിവുകളും പരിഗണിക്കവേ പോലീസ് കസ്റ്റഡി അനിവാര്യമാണെന്ന് വിലയിരുത്തിയാണ് കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. റിമാൻഡ് കാലയളവിൽ ദിവസവും വൈകിട്ട് 6-നും 7-നും ഇടയിൽ അരമണിക്കൂർ വീതം അഭിഭാഷകരെ കാണാൻ വിഭവ് കുമാറിന് കോടതി അനുമതി നൽകി. ദിവസവും ഭാര്യയെ കാണാനും അനുമതിയുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ നിന്നാണ് വിഭവ് കുമാറിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് ശ്രദ്ധേയം. കേസിൽ കെജ്രിവാളിന്റെ പങ്കുകൂടി ചൂണ്ടിക്കാട്ടുന്ന സംഭവമായിരിക്കുകയാണിത്. അറസ്റ്റിനെതിരെ BJP ആസ്ഥാനത്തേക്ക് AAPയുടെ നേതൃത്വത്തിൽ ജയിലിൽ അടയ്ക്കൂ എന്ന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതും സ്ത്രീവിരുദ്ധതയുടെ പര്യായമായി. തിങ്കളാഴ്ച രാവിലെ കെജ്രിവാളിനെ കാണാൻ വസതിയിലെത്തിയപ്പോൾ വിഭവ് കുമാർ കയ്യേറ്റം ചെയ്തുവെന്നാണ് സ്വാതി ഉന്നയിക്കുന്ന പരാതി. മദ്യനയ അഴിമതി കേസിൽ പ്രതിയായി ജയിലിലായിരുന്ന ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഇടക്കാല ജാമ്യം അനുവദിച്ച ഉത്തരവ് പല കോണുകളിൽ നിന്നും വിമർശിക്കപ്പെടുന്നുണ്ട്. അഴിമതി കേസിൽ പ്രതിയായ ഒരാൾക്ക് അയാൾ ആരുമായിക്കൊള്ളട്ടെ ഇങ്ങനെ ഒരു വഴിവിട്ട ആനുകൂല്യം നൽകാമോ എന്നതാണ് പ്രധാന പ്രശ്നം. മുഖ്യമന്ത്രിയാണെന്ന കാരണത്താൽ കെജ്രിവാളിന് ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യമാണെന്ന ഭരണഘടനാ തത്വത്തിന് എതിരാണിതെന്നും കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചതിനെതിരെ കേസ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വാദിച്ചിരുന്നു. എന്നാൽ കെജ്രിവാളിന് ജാമ്യം നൽകുന്നത് രാഷ്ട്രീയ നേതാവെന്ന നിലയ്ക്കുള്ള വിശേഷാവകാശമല്ലെന്നും കേസിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ചാണെന്നും കോടതി പറഞ്ഞത് ആർക്കും തൃപ്തികരമായി തോന്നിയിട്ടില്ല. ഇതിന് ശരിയായ കാരണങ്ങളുമുണ്ട്. എന്താണ് കെജ്രിവാൾ ഉൾപ്പെട്ട അഴിമതി കേസിന്റെ സ്വഭാവം? മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന്റെ മന്ത്രിസഭാംഗങ്ങൾ ഉൾപ്പെടെ മറ്റു പലരും പ്രതികളാണ്. സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് പോലും അവരിൽ പലർക്കും ജാമ്യം ലഭിച്ചിട്ടില്ല. അഴിമതിയുടെ മുഖ്യ ഗൂഢാലോചനക്കാരനാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദം ഹൈക്കോടതി അംഗീകരിച്ചതുമാണ്. ഇക്കാരണത്താൽ FIR റദ്ദാക്കണമെന്ന കെജ്രിവാളിന്റെ ആവശ്യം കോടതി തള്ളുകയും ചെയ്തിരുന്നു. കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ കേസ് അന്വേഷിക്കുന്ന ഏജൻസിക്കെതിരെ സുപ്രീം കോടതി ഉന്നയിച്ച ചില ചോദ്യങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായിരുന്നു.